ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കാൻ വന്നതല്ല. ഒരു വാക്ക് സംസാരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ഞാനൊരു പാവ, ആരും ഉപദ്രവിക്കില്ല, ഒന്നും ചെയ്യില്ല. എന്നെ രക്ഷിക്കണം. എനിക്ക് പുറകെ പോലീസുണ്ട്. നിങ്ങളാരാ? കള്ളനാണോ? അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടി അറിയാതെ ഒരാളെ കൊന്നു. കൊന്നോ? എന്റെ അനിയത്തിയെ ചതിച്ചിട്ട് അവളെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ഒരു ദുഷ്ടനെ ഞാൻ കത്തിക്ക് കുത്തി കൊന്നു. അത് പോലീസായിരിക്കും. എന്നെ കാണിച്ചു കൊടുക്കരുത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. എന്നെ ഒരു ഏട്ടനെ പോലെ കണ്ടെന്ന് രക്ഷിക്കണം. ഞാനിതാ ഇപ്പൊ തന്നെ പോയിക്കൊള്ളാം. എന്താ സാർ? സാറല്ലേ മോളെ? ഇല്ല, പുറത്തു പോയിരിക്കാം. വേറെ ആരാ ഇവിടെ ഉള്ളത്? ആരുമില്ല. മോളൊറ്റയ്ക്ക്? അതെ. ശരി. ഇവിടെ സെക്യൂരിറ്റിക്ക് ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് വീട്ടിൽ പോയി. പകലുണ്ടായിരുന്നു. ശരി, വാതിലടച്ച് കിടന്നോളൂ. എന്താ സാർ? ഈ പരിസരത്ത് വെച്ചൊരു കൊലപാതകി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ ഏതെങ്കിലും വീട്ടിൽ കയറാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ഹി ഈസ് വെരി ഡേഞ്ചറസ്. വാതിൽ ലോക്ക് ചെയ്തോളൂ. ഹരിസാർ ഒന്ന് വരില്ലേ? വരും, ഇപ്പൊ വരും. ആ, സാർ വന്നിട്ട് കഥ തുറന്നാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങളന്വേഷിച്ച് പോലീസ് വന്നതാ. നിങ്ങൾ ആരാ? എന്റെ പേര് സിദ്ധാർത്ഥൻ. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഇന്നുവരെ. ഇതാദ്യമായിട്ടാ. അതിന് ഇങ്ങോട്ട് കയറി വന്ന എന്തിനാ? ഇതേ പോലീസ് സൂപ്രണ്ടിന്റെ വീടാ. എന്റെ ഏട്ടന്റെ വീട്. അതറിയാമോ? അറിയില്ലായിരുന്നു. ഞാൻ പോയിക്കോളാം. നന്ദിയുണ്ട്, എന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ. കൊല്ലൂന്ന് തോന്നിയപ്പോഴാ ഞാൻ അവന്റെ കയ്യിലെ കത്തി വാങ്ങിച്ച് തിരിച്ചു കുത്തിയത്. 5 വർഷം മുമ്പ് എന്റെ അനിയത്തിയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതാവൻ. ഈ കാലം വെച്ച് നിങ്ങൾ ഇനി എങ്ങനെ പോവും? എങ്ങനെയെങ്കിലും. മനസ്സേ, മനസ്സേ,
മനസാന്നിധ്യത്തോടെ കേൾക്കണം. നമ്മുടെ വേണുഗോപന് അപകടം പറ്റി. അയ്യോ, എന്തോ കേട്ടാ? അതെ, ആളുമാറിയായിരിക്കണം. കുത്തി. കുത്തിയോ? കൊല്ലാനായിട്ട് തന്നെ കുത്തിയതെന്നാ പോലീസ് പറയുന്നേ. എന്നിട്ട് ഹോസ്പിറ്റലാ. എന്താ അവസ്ഥയെന്നറിയില്ല. ആരാന്നറിയില്ല. ഈ പരിസരത്ത് വെച്ച് ആള് മിസ്സായിട്ടുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, വേണുവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. റിലാക്സ്. ഏട്ടൻ വിവരങ്ങൾ അന്വേഷിച്ച് പറയാം. നിങ്ങൾ ആരെയാ കൊല്ലാൻ ശ്രമിച്ചത്? പറ. വേണുഗോപനെയാണോ? പറയൂ, എന്റെ വേണുഗോപനെയാണോ? പറയാൻ. വേണുഗോപനെയാണ്. അത് ഇവിടുത്തെ ആരാ? ഇറങ്ങി വാ. ഇപ്പൊ ഞാൻ ഏട്ടനെ ഏൽപ്പിക്കും നിങ്ങളെ. എന്റെ കല്യാണം തീരുമാനിച്ചതാ വേണുഗോപനുമായിട്ട്. എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ വേണുഗോപൻ. ശരി, എന്നെ പോലീസിൽ ഏൽപ്പിച്ചോ? പക്ഷേ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ചു സമയമെങ്കിലും എന്നെ സഹായിച്ചൊരു പെണ്ണിനെയാണല്ലോ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു നിമിത്തമായിരുന്നു ഞാനിവിടെ വന്നു കയറിയത്. വേറൊരു പെണ്ണുകൂടെ ചതിക്കപ്പെടരുതെന്ന് ഈശ്വരന്റെ തീരുമാനമായിരുന്നു. നിങ്ങളൊരു ക്രിമിനലാണ്. നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു സത്യം അറിയണം. എന്റെ അനിയത്തി അംബികയുമായി വിവാഹം തീരുമാനിച്ചിരുന്നതാ വേണുഗോപൻ. പിന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്റെ അനിയത്തിയെ നശിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞതാ അയാള്. അതില് 4 വയസ്സായൊരു മോളുണ്ട് എന്റെ അനിയത്തിക്ക്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കണ്ട. ഇന്നൊരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോ പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക്. എന്റെ വീടും മേൽവിലാസമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ടിട്ട് എന്തു വേണമെങ്കിലും ചെയ്തു. ഓഫീസിലേക്കാ? അല്ല, ഈ പരിസരത്ത് വെച്ചല്ലേ മിസ്സായത്. ഏരിയ മുഴുവൻ കവർ ചെയ്യണം. ഇന്ന് രാത്രി തന്നെ പിടിച്ചില്ലെങ്കിൽ അവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ സൂക്ഷിക്കണം. ആളെ കൊല്ലാൻ മടിക്കാത്ത ക്രിമിനലാ. പിടിക്കപ്പെടുമെന്ന് കണ്ടാ എന്തും ചെയ്യും. നേരായിട്ടാ, സൂക്ഷിക്കണം.
കരുതലുണ്ടാവും. മൂന്നാമത്തെ റൂമിൽ കിടക്കുന്ന പേഷ്യന്റിന് മരുന്ന് കൊടുത്തേക്ക്. ശരി ഡോക്ടർ. എങ്ങനെയുണ്ട് ഡോക്ടർ? രക്ഷപ്പെടുവോ? ഒന്നും പറയാറായിട്ടില്ല. ബോധം തെളിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഓഹോ. ഒരു സിദ്ധാർത്ഥനാണ് കൊല്ലാൻ ശ്രമിച്ചത്. പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. എന്നെക്കുറിച്ച് വിചാരിച്ച് താൻ ടെൻഷൻ ആവണ്ട. ഞാനൊരു ബാധ്യതയായിട്ട് ഇവിടെ ഉണ്ടാവില്ല. തന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല. പിന്നെ ഇതെന്താ ബുദ്ധിമുട്ടിക്കലല്ലേ? ആണ്. പക്ഷേ അത് ഈ ഒരു രാത്രി മാത്രം. ഇന്ന് ഞാൻ പുറത്തിറങ്ങിയ പോലീസിന്റെ വലയിലാവും. ഇന്നല്ല, എന്നായാലും എന്നെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാം. പക്ഷേ എന്റെ ജയിൽവാസം വെറുതെ ആവരുത്. ഏതായാലും ജയിലിൽ പോണം. വേണുഗോപം മരിക്കാത്ത സ്ഥിതിക്ക് കൊന്നിട്ട് പോകുന്നതല്ലേ നല്ലത്. മാനസ, 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 വാതിൽ തുറക്ക്. മാനസ, മാനസ, വാതിൽ തുറക്ക്. രക്ഷിക്കണം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഒരു ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ട് രക്ഷിക്കണം. മാനസ, മാനസ, വാതിൽ തുറക്ക്. മാനസ, എന്താ മുറിയടച്ചിട്ടിരുന്ന് കരയണമെന്നറിയാൻ വന്നതാ. സാരമില്ല മാനസ, ചിലപ്പോ നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ഈ അക്രമത്തിന് പിന്നിൽ. നിന്റെ ഏട്ടൻ നോക്കിയ ഒന്നും നടക്കില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ് ഹോം സെക്രട്ടറിയോടൊന്ന് വിളിച്ചു പറയാം. ഓ, ഏട്ടന്റെ കുറ്റം പറയാണെന്ന് വിചാരിച്ചു അല്ലേ? സംശയം എന്താ? എന്റെ ഏട്ടനെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒന്ന് ആശ്വസിപ്പിക്കാന്ന് കരുതി കയറി വന്നത് അബദ്ധമായി. Any information? No, sir. എവിടെ അവൻ ഒളിച്ചിരിക്കുന്നൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. ലുക്ക് മിസ്റ്റർ നന്ദൻ, അറിയാലോ എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള കേസാണിത്. സർ, എവിടെ പോയി ഒളിച്ചാലും അടുത്ത ഒരു ദിവസത്തിനകം, ഐ മീൻ 24 മണിക്കൂറിനകം പ്രതി കസ്റ്റഡിയിലാവണം. ആവും സർ. നമ്മൾ എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ട് വിത്ത് ഹിസ് ഫോട്ടോഗ്രാഫ്സ്. വാട്ട് ഈസ് ഹി? ഹീസ് എ മോട്ടോർ മെക്കാനിക്. വെറും വർക്ക്ഷോപ്പുകാരനല്ല സാർ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സർക്കാർ ജോലി സ്വീകരിക്കാതെ വണ്ടികളുടെ എഞ്ചിനിൽ ഹൃദയം കണ്ടെത്തിയവൻ. ഏത് വാഹനത്തിലും കൈതൊട്ടാൽ പൊന്നാണെന്ന് പറയുന്നു. ലൈക്ക് എ ഡോക്ടർ.
വാട്ട് എവർ ഇറ്റ് ഈസ് കസ്റ്റഡിയിൽ എടുക്കണം. ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും. ഷുവർ സാർ. ബ്രീത്തിങ് നോർമലായോ? വേരിയേഷൻ ഉണ്ട്. ഡോക്ടർ റഷീദ് വന്ന് നോക്കിയിരുന്നു. വാ. ഐസിയോടെ സിസ്റ്ററെ. ദേ അവിടെയാ. വാ. സിസ്റ്ററെ, വേണുഗോപന്റെ അച്ഛനും അമ്മയാ ഞങ്ങള്. ഇന്നലെ ആരോ കൊല്ലാൻ ശ്രമിച്ച വേണുഗോപന്റെ. അവൻ എങ്ങനെയുണ്ട് സിസ്റ്ററെ? ക്രിട്ടിക്കലാണ് സർ. എന്റെ ഈശ്വര, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്റെ മോനെ? ഡോക്ടർ വന്നിട്ടുണ്ട്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. മുളങ്ങേവരി, എന്റെ വേണുവിന് എങ്ങനെയുണ്ട്? അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല. രക്ഷപ്പെടുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ വേണ്ട. ഉള്ളിൽ ബോധമുള്ളൊരവസ്ഥയാ. വിഷമിപ്പിക്കണ്ട. മോളെ, ആന്റി പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. മാഡം, സാറ് കേബിളിലേക്ക് പോയിട്ടുണ്ടോ? സിസ്റ്റർ പോയിക്കോളൂ. ശരി ഡോക്ടർ. ആ ഹരി, ആ, വേണുവിന് എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് മാറിയിട്ടില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രതീക്ഷിക്കാം. രക്ഷപ്പെടാനാണ് സാധ്യത. വേണു എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്നും വ്യക്തമല്ല. ഇന്നലെ രാത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു. ഇവിടെ എത്തിച്ചിട്ട് ബോധം മറയും മുമ്പ് വേണുഗോപൻ സിദ്ധാർത്ഥൻ എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചത് അയാളാണ്. പോലീസ് അയാളെ ട്രേസ് ചെയ്യുന്നുണ്ട്. വേണുഗോപന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അതെയോ? എന്നിട്ട് അവരെവിടെ? വിവരങ്ങൾ അറിഞ്ഞപ്പോ അമ്മ ഒരുപാട് കരഞ്ഞു. ബോഡി വളരെ വീക്കാ. ഞാൻ ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുക. ഓ മൈ ഗോഡ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ വേണുവിന്റെ അച്ഛനൊന്ന് കാണട്ടെ. എന്താ ഇത്? എന്റെ മോൻ എങ്ങനെയുണ്ട് ഹരി? എന്തെങ്കിലും കുഴപ്പം? ഇല്ല, ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. വേണു എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്കല്ലേ വന്നത്? അല്ല, എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ അവൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അതാണ് രാത്രി ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടായിരുന്നത്. അതെ, പറഞ്ഞതിനേക്കാൾ ഒരു ദിവസം മുന്നെയാ വേണു നാട്ടിൽ വന്നത്. ഇവിടെ വന്നിട്ട് കൂട്ടുകാരുടെ വക ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മാനസയെ കാണുമെന്നും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പാവമാണ് എന്റെ മോൻ. അവനെ ആരാ ഇങ്ങനെ ചെയ്തത്? ശത്രുക്കളുണ്ടായിരുന്നോ വേണുവിന്? ഇല്ല,
അതിന് 5 വർഷമായിട്ട് അവൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഒരു സിദ്ധാർത്ഥിനെ അറിയാമോ? ഇല്ല. എന്താ ഹരി? ഏയ് ഒന്നുമില്ല, ടെൻഷൻ ആവണ്ട, ഒന്നും സംഭവിക്കില്ല. ഗൗരിയോടുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. സിദ്ധാർത്ഥൻ അവനായിരിക്കും ഇത് ചെയ്തത്, അല്ലാതെ വേറൊരു ശത്രു ഇല്ലല്ലോ എന്റെ മോനെ. എനിക്കൊന്ന് പുറത്തു പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കാമോ? ഞാൻ പോയിക്കോളാം. ഇയാൾക്ക് പോലീസിൽ പിടികൊടുക്കണോ അതോ രക്ഷപ്പെടണോ? രക്ഷപ്പെടണം, കുറച്ച് ദിവസത്തേക്കെങ്കിലും. ഈ പട്ടാപ്പകല് വയ്യാത്ത കാലം വെച്ച് എവിടെ പോയി രക്ഷപ്പെടാനാ? അത് പിന്നീട് ആലോചിക്കാം. ഇപ്പോ തന്റെ രക്ഷയെ പ്രധാനം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, നിങ്ങളെ ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ പൊളൈറ്റ്നെസ് എല്ലാം ഒരു പഠിച്ച കള്ളന്റെ അടവായിട്ടായി എനിക്ക് തോന്നുന്നത്. സോ വാട്ട്? ഞാൻ പോയിക്കോളാം. അങ്ങനെ പോകാൻ ഇപ്പൊ നിങ്ങൾക്ക് കഴിയില്ല. ബിക്കോസ് യു ആർ അണ്ടർ മൈ കസ്റ്റഡി നൗ.